ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ശ്രദ്ധിക്കുന്നതിനായിട്ട് വെയിറ്റിംഗിലായിരുന്നു. ഹായ് ഓൾ, തിരുവനന്തപുരത്തെത്തി ആൻഡ് ഫാഷൻ ടിവിയുടെ ഈ ലോഞ്ചിന് എത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫാഷൻ ടി വി ആൻഡ് വൈറ്റ് മാജിക് ഫാഷൻസ്. സന്തോഷം ആൻഡ് ഓൾ ദി ബെസ്റ്റ്. പ്രശ്ന ചോദ്യം. ആഫ്റ്റർ ബിഗ് ബോസ് എല്ലാവർക്കും എന്നെ അറിയാൻ പറ്റി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇവിടെ വരാൻ പറ്റി, തിരുവനന്തപുരത്തെത്തി. അത് ഫാഷൻ ടി വിക്ക് വരാൻ പറ്റില്ല, ഭയങ്കര സന്തോഷം. ആഫ്റ്റർ ബിഗ് ബോസ് ലൈഫ് ചേഞ്ച് ആയി എല്ലാവർക്കും എന്നെ മനസ്സിലാവുന്നു, എല്ലാവരും പേര് വിളിക്കുന്നു, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. സന്തോഷം. വെളിയിറങ്ങി അതാ പറഞ്ഞു, എല്ലാവർക്കും എന്നെ ആർക്കും അറിയില്ലായിരുന്നു. ഇത്ര നാൾ ഞാൻ 5 year ആയിട്ട് മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു, കൊമേഴ്ഷ്യൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു. ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ എല്ലാവർക്കും മനസ്സിലായി. ഞാൻ പേഴ്സണാലിറ്റി എല്ലാവർക്കും മനസ്സിലായി, ഞാൻ വ്യക്തിത്വം എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലാക്കുന്നു. എല്ലാവരും വന്ന് ഇങ്ങോട്ട് വന്ന് ഞാൻ പറഞ്ഞു വീട്ടിലെ പയ്യനെ പോലെ സംസാരിക്കുന്നു. അതിലൊക്കെ ഭയങ്കര സന്തോഷം. മുടിഞ്ഞ സിനിമയില്ലേട്ടാ, എല്ലാവരും ആ അപ്ഡേറ്റ് തന്നെ എനിക്ക് കിട്ടിയുള്ളൂ. ടൈം എടുക്കുമായിരിക്കും, അറിയില്ല. ആ അപ്ഡേറ്റ്സ് എനിക്ക് ആ കിട്ടിയ അപ്ഡേറ്റ് മാത്രമേ കിട്ടിയുള്ളൂ, വേറെ എനിക്ക് അപ്ഡേറ്റ്സും കിട്ടിയില്ല. മൂവി ആണ്, ടൈം എടുക്കുന്നു, അറിയാലോ. അപ്പം അതിനെപ്പറ്റി ഡിസ്കഷൻ ആയിക്കോട്ടെ. ഇല്ല ഏട്ടാ, അല്ല വേറെ വന്നിട്ടുണ്ടായിരുന്നു, ഞാനൊന്നും നോക്കിയിട്ടൊന്നുമില്ല. അപ്പൊ ഈ ഇറങ്ങിയതിന്റെ ഒരു ഹാങ് ഓവർ കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പം ഇപ്പൊ ടൈം എടുക്കുമായിരിക്കും എല്ലാവരും. ഇല്ല, ഞാൻ ഒരിക്കലും എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഡ്രീം ആണെങ്കിലും ഇത്ര ഒരു ഓഡിയൻസിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇത്ര ഒന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് ഞാൻ പോയിട്ടില്ലായിരുന്നില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം. എല്ലാവർക്കും കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈഫ് സ്റ്റോറി ആണെങ്കിലും എന്നെ പറ്റി ആണെങ്കിലും കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറെ പേര് മോട്ടിവേറ്റ് ചെയ്ത് കേൾക്കാൻ ഭയങ്കര സന്തോഷം. സൗഹൃദത്തിന് ചിന്ത പറയാന് അല്ല, അല്ലെങ്കിൽ അത് അവിടെ പോലെ തന്നെ ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ ആ ലൈഫ് ലോങ് കാണുക ബെസ്റ്റ് ഫ്രണ്ട്. ഇല്ല, അല്ലെങ്കിൽ എന്നോട് എല്ലാവരും അമ്മമാരാണ്, എല്ലാവരും വീട്ടിലെ പയ്യനെല്ലാം ചേർന്ന് അനിയനെ പോലൊക്കെ ഓരോരുത്തർക്ക് ഓരോ പെർസ്പെക്റ്റീവ് ആണല്ലോ. അല്ല, എന്നെ എങ്ങനെ കണ്ടാലും എനിക്ക് സന്തോഷം. ഹെൽത്ത് ഒക്കെ ഓക്കെ വരും, കുഴപ്പമില്ല. ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്താ ഞങ്ങളത് കോംബോ ഒന്ന് ലൈക്ക് അങ്ങനെ ഒരു ടിപ്പിക്കൽ ആ ഒരു സംഭവത്തിലേക്ക് പോയത് ഇവൻച്വലി ഹാപ്പി ചെയ്തൊരു സംഭവമാണ്. അപ്പം പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്രയും പേര് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇത്രയും റീൽസ് കുറെ ഒക്കെ ഇഷ്ടപ്പെടും, എല്ലാം നല്ല കുറെ എഡിറ്റ്സ് ഒക്കെ കണ്ടു. കുറെ പേർക്ക് ഞങ്ങളുടെ ഒരു കണക്ഷൻ, ഞങ്ങളുടെ ഒരു ബോണ്ട്, അല്ലെങ്കിൽ എന്റെ മാത്രമല്ല, ഞാൻ സിജു ആണെങ്കിലും കുറെ ആ ഒരു കണക്ഷൻസ്, ആ ഒരു ബോണ്ട് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു. കുറെ പേര് എൻജോയ് എന്റർടൈൻ ചെയ്തെന്ന് പറഞ്ഞ സന്തോഷം. ഞാനും കണ്ടു കുറെ വീഡിയോസ്, എല്ലാം നല്ലത്. കേട്ടില്ല? സംസാരിച്ചില്ല. അല്ലേ ഹാപ്പി. എനിക്ക് കുറച്ച് മീ ടൈം എടുക്കണ്ടായിരുന്നു, പിന്നെ കുറച്ച് വർക്ക് കിട്ടുന്ന ടൈമിലെ വർക്ക് കുറച്ച് അങ്ങനെ എന്റേതായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. ഇനാഗുറേഷൻ സമയത്ത് എനിക്കിവിടെ കാണാൻ കഴിയുന്ന കാഴ്ച, ഫാഷൻ ടി വി ഇന്റർനാഷണൽ ചാനൽ എന്ന നിലയിൽ അവരുടെ തന്നെ ഒരു ഫാഷൻ സലൂണിന്റെ ഔട്ട്ലെറ്റ് കേരളത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 25ഓളം ഔട്ട്ലെറ്റുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ജയനും ആൽബ്രട്ടും ബിജുവും സാബുവും അടങ്ങുന്ന വൈറ്റ് മാജിക് എന്ന കമ്പനി. തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷമുണ്ട്. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് സമൂഹത്തിന്റെ വളർച്ചയിലും അതോടൊപ്പം ആഗ്രഹങ്ങൾക്കനുസരിച്ച് മോഡൽ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാവുന്നൊരു ഘട്ടമാണ്. ആ മോഡലിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാ തലങ്ങളിലും ശ്രദ്ധിക്കും. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുന്ന ഈ ഘട്ടത്തിൽ ആധുനികവൽക്കരണത്തിന്റെ തോതിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്കും പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അവസര സമത്വം രൂപപ്പെടുത്തുന്നതിന് തീർച്ചയായിട്ടും വൈറ്റ് മാജിക് എന്ന കമ്പനിയിലൂടെ ഫാഷൻ ടി വിയുടെ ഫാഷൻ സലൂൺ കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവിധമായ ആശംസകൾ നേരട്ടെ. നമ്മുടെ നാടിനൊരു പ്രത്യേകതയും പുതുമയും തനിമയും എല്ലാം നൽകുന്ന ഈ സംരംഭം തലസ്ഥാനത്ത് മാത്രമല്ല കേരളത്തിലുടനീളം ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകൾ വിജയകരമായി മുന്നോട്ട് പോകാനും അവസര സമ്പത്തോടുകൂടി കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുവാനുമുള്ള വേദിയാകുന്നു എന്നുള്ളതിൽ ഇതിന്റെ ഓർഗനൈസേഷനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു.